സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഓ ദേവേട്ടാ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാം. നീ ഇവിടെ വന്നു നിന്നിട്ടാണോ എന്നെ വിളിച്ചേ? അമ്മ. ആരെടുത്ത്? ഇവനെന്താ ഇവിടെ? ദൈവമേ, ഇവനെന്താ ഇവിടെ? നിങ്ങളുടെ അറിവോടുകൂടിയാണോ? നിങ്ങളെല്ലാരും കൂടെ ഇവനെ കയറ്റിയിരുത്തി സൽക്കരിക്കണോ? എന്തിനാ വീണ്ടും തുടങ്ങല്ലേ മോനെ? ഇല്ല, ഞാനൊന്നും തുടങ്ങുന്നില്ല. ഇവൻ ഇതുപോലെ ഇവിടെ വന്നിരിക്കണം, ഞാൻ കൂടെ കയറ്റി പൊറുപ്പിക്കണം, പഴയതുപോലെ ജീവിക്കണം, പഴയതുപോലെ ഇവനും ഇവന്റെ മറ്റവന്മാർ രണ്ടും കൂടി ഇവിടെ കയറി ഇറങ്ങി ഞെരങ്ങണം. അതിൻ്റെ ഇടയിൽ കൂടെ കള്ളക്കടത്തും ഡ്രഗ്സ് ബിസിനസ്സും വെപ്പൺസും നാനാ ചേന അമ്മയുടെ നായരി എല്ലാം കൂടെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കണം. കൂട്ടത്തിലുള്ള ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ കാണാതെ പോകണം, ഇല്ലെങ്കിൽ ചത്തു പോകണം. ഇതൊക്കെ കണ്ടിങ്ങനെ വെള്ളം ഉറക്കി കരഞ്ഞു കരഞ്ഞ് നിൽക്കാനേ പറ്റത്തുള്ളൂ. ദേവമ്മ, എന്ത് വിചാരിച്ചിട്ടാ? ഇവനെ എന്ത് വിചാരിച്ചിട്ടാ ഇവിടെ കയറ്റിയത്? ഇരിക്കുന്നവൻ കള്ളനാ, പഠിച്ച കള്ളൻ. എൻ്റെ പൊന്നിന്ദ്ര, നീ ഒന്ന് അടങ്ങ്. എഴുതാപ്പുറം വായിക്കാതെ നീ എന്തെറിഞ്ഞിട്ട് അവനിങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്നത്? ശരിയാ, അന്ന് അവൻ നിന്നെ അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടെ വന്നതുമില്ല, നമ്മളെ കൂടെ നിന്നതുമില്ല, അച്ചുവിൻ്റെ കൂടെ പോയത്. ഇന്ന് അവൻ ഒരുത്തനെങ്കിലും ചെയ്യുന്ന തെറ്റാന്ന് ബോധ്യമായിട്ട് തിരിച്ചു വന്നിരിക്കുക. അന്നേരം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടേ? നിങ്ങൾ തമ്മിലുള്ള ദേഷ്യവും വഴക്കൊക്കെ നിങ്ങളുടെ റൂമിൽ തന്നെ വെച്ചൂടെ? എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്തിട്ട്? ഓഹോ, ആണോ ഈ എരപ്പ? ഇങ്ങനെ എല്ലാവരും നിന്നപ്പോഴല്ലേ എന്നെ വേണ്ടാന്ന് എൻ്റെ മുഖത്ത് നോക്കി അടിച്ചെടുത്തോടെ പറഞ്ഞത്? ഇവന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സിദ്ധു ഏട്ടാ. ശരിയാ, ഇവൻ പോയവൻ്റെ അത്ര ത്യാഗമൊന്നും ഞാൻ അവന് വേണ്ടി ചെയ്തിട്ടില്ല. ഇവനേന്ന് പറഞ്ഞ് ഞാൻ അവനെ പോലെ ജീവിച്ചിട്ടുമില്ല. പക്ഷേ ഇവൻ വന്നതിന് ശേഷം ഞാൻ മാറിയില്ലേ? ഇവനല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഇവന് വേണ്ടി ഞാൻ എന്തൊക്കെ മാറ്റി. എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ ക്യാരക്ടർ ഞാനേ മാറി. എൻ്റെ പഴയ ഭ്രാന്ത് പിടിച്ച് ആ ഒരു പാസ്റ്റ് തന്നെ ഞാൻ മറന്നു. എല്ലാം അവൻ ഒരുത്തന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവൻ എന്നെ ഒറ്റ വാക്കില ഉപേക്ഷിച്ച്. എന്നിട്ട് ഇവൻ എന്ത് ധൈര്യത്തിലല്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിങ്ങനെ തലയും കുനിച്ച് ഒരു ഉളുപ്പില്ലാതിരിക്കുന്നേ? എൻ്റെ ഇന്ദ്ര, എൻ്റെ അനിയന്മാർ അത്രയ്ക്ക് അങ്ങോട്ട് മറ്റവന്മാരൊന്നും അല്ല. ഇവിടെ നിന്നൊരു കൊച്ചായൻ അങ്ങോട്ട് എഴുന്നള്ളിയല്ലോ, അതിനുശേഷം അവരിങ്ങനെയൊക്കെ ആയത്. എനിക്കത് ഉറപ്പാണ്. ആദമിച്ചാൻ പാവാ. ഞങ്ങളെ ഇതിലോട്ട് വലിച്ചടിച്ചതൊന്നും ആദമിച്ചാനല്ലല്ലോ. വെറുതെ എന്തിനാ കാശിയേട്ടാ ആദമിച്ചാനെ പറയുന്നത്? എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്നെ പറഞ്ഞോ, എന്നെ മാത്രം. അച്ചുവിനെ ഇതിനകത്തോട്ട് വലിച്ചഴിക്കണ്ട. ഞാനല്ലേ തിരിച്ചു വന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്ദ്ര പറഞ്ഞ പോലെ നാണോ ഇല്ലാതെ തല കുനിച്ച്. അപ്പം എന്നെ മാത്രം പറ, ഞാൻ കേൾക്കാം. അണ്ണേ, നിന്റെ ഔദാര്യം അല്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ട നീ കേൾക്കാനായിട്ട്. ഇങ്ങനെ വലിഞ്ഞു കയറി വരുമ്പോൾ ആരെയും വേണ്ട, ബന്ധവും സ്വന്തവും
അമ്മയും അച്ഛനും ഹസ്ബൻഡും പിന്നെ ഒരേ ഒരു സഹോദരൻ മാത്രം മതി എന്ന് പറഞ്ഞതാ ഇപ്പൊ നിനക്ക് വേണ്ടി ഇവിടെ ന്യായീകരിച്ച് നിന്റെ ഈ സഹോദരനെ വരെ കളഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ വലിഞ്ഞു കയറി വരുമ്പോൾ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും, ഇങ്ങനെ പല അവഗണനകളും സഹിക്കേണ്ടിയും വരും. അതിനിപ്പോ നീ കേട്ടില്ലെങ്കിലും നീ അനുഭവിച്ചില്ലെങ്കിലും ഒക്കെ അനുഭവിക്കാനുള്ള അനുഭവിച്ചേ പറ്റൂ. മനസ്സിലായോ? നീ ഇനി അനുഭവിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും നിനക്ക് കിട്ടാനുള്ള കിട്ടുക തന്നെ ചെയ്യും. സ്വാഭാവികം, പ്രകൃതി നിയമമല്ലേ കാളിദാസൻ. പിന്നെ കാശിയോടും ഞാനൊരു കാര്യം വെച്ചോട്ടെ. ആദവിന് ഇന്നലെ ഇവനൊക്കെ കണ്ടത്, അതിന് മുമ്പേ ഇവനൊക്കെ AK ഗ്രൂപ്പും ഉണ്ട്, ഇവനൊക്കെ അവിടെ ഇരുന്ന് ഓട്ടാനും തുടങ്ങി. അതുകൊണ്ട് ആദവിന് ഇതിനകത്തോട്ട് എടുത്തിട്ടുണ്ട. മര്യാദയ്ക്ക് ഞാനും അവനും മാത്രമായിട്ട് ഞങ്ങളുടെ ലോകമായിരുന്നു. ഇവനൊക്കെ എന്ന് ഈ കുടുംബത്തോട്ട് കോളെടുത്ത് വെച്ചോ നശിച്ചുകൊണ്ട് അന്ന് പോയി. അവനും ഞാനോട് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും സകലതും അന്ന് നഷ്ടപ്പെട്ടു. ദേവമ്മ പറയുന്നുണ്ടൊന്നും തോന്നരുത്. എങ്ങനെയെങ്കിലും മാറണം തലേന്ന് ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിരുന്നത്. ഇത് ഇപ്പൊ വീണ്ടും വലിഞ്ഞേറി വന്നേക്കാം. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കണ്ട് എന്റെ തലേന്ന് ഈ നാശത്തിന് ഒഴിവാക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കാണൂ. ഡാ മതി, കൂടി അങ്ങ് കയറി പോണ്ട. നീ വേണ്ടെന്ന് പറഞ്ഞ് കണ്ണടച്ചപ്പോ ദേ ഒരുത്തനെ കാണുന്നില്ല. ഇനി എവനെ കൂടി ഇവിടെ നിന്ന് ഇറക്കി വിട്ടിച്ച് കാണാതായ എന്താ മോനെ നീ അച്ഛൻ തമ്മിൽ പ്രശ്നം? എന്താ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു വരക്കാം? എന്തു പറ്റി? അത് ദേവച്ച, അന്ന് നിങ്ങൾ വന്നതിന് ശേഷം കമ്പനിയിൽ നിന്നൊക്കെ ഞങ്ങൾ നല്ലതുപോലെ തന്നെ പോയത്. പിന്നെ എനിക്ക് അറിയത്തില്ല, നിങ്ങളൊന്നും ഇല്ലാതെ ഒട്ടും പറ്റാതെയായി. എല്ലാവരും വേണമെന്ന് തോന്നി, അവനും നിങ്ങളും എല്ലാവരും. എൻ്റെ ലൈഫിൽ ഒരാളെ മാത്രമായിട്ട് ഞാൻ സെലക്ട് ചെയ്തതിന് ഒരുപാട് റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ഫ്രസ്ട്രേഷനും ഭ്രാന്തും എല്ലാം കൂടെ കയറിയിരുന്നപ്പോഴാണ് അമ്മയെ കാണണമെന്ന് തോന്നിയിട്ട് അമ്മയെ കാണാൻ പോയത്. പക്ഷെ അന്ന് അച്ചു എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അത് PA ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് കസ്റ്റംസുകാർ പിടിച്ചു. അവൻ വന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. അമ്മയെ കണ്ടിട്ട് പോയതും പിന്നെ ഇവിടെ നിന്ന് ഈ ഇന്ദ്ര പറഞ്ഞതും ഒക്കെ കൂടി അറിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ അവനെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. എന്തൊക്കെയോ അവൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അമ്മയെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമ്മ വരാൻ പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ സത്യമായിട്ട് നിങ്ങളെന്ന് ശല്യം ചെയ്യാൻ ഞാൻ വരത്തില്ലായിരുന്നു. അപ്പം നിനക്ക് അറിയാം ഇവിടെ ഉള്ളവർക്ക് നീ ഒരു ശല്യമാന്ന്. ഓരണം ഇപ്പൊ മനസ്സിലായല്ലോ ശല്യമാന്ന്. എന്റെ പ്രവൃത്തിയിൽ തന്നെ നിനക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇറങ്ങി പൊക്കൂടെ? എന്തിനാ ഇവിടെ തന്നെ വീണ്ടും ഇനി കയറി നിൽക്കുന്നേ? ഇന്ദ്രാടാ, നീ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അവനെല്ലാം മതിയാക്കി നമ്മളെ വേണമെന്നും പറഞ്ഞിപ്പോ വന്നതല്ലേ. നീ ഇത് എന്തൊക്കെ മണ്ടത്തരങ്ങളാ വിളിച്ചു പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നീ ഇത് മിണ്ടാതിരുന്നേ. കിച്ചു പോട്ടേടാ, സാരമല്ല. എന്നിട്ടിപ്പോ അതിനുശേഷം നീ അച്ഛനെ കണ്ടോ? കണ്ടില്ല, കണ്ടതുമില്ല, വിളിച്ചതുമില്ല, സംസാരിച്ചതുമില്ല, ഒന്നും പറയാനും പോയില്ല. അവനായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ടാൻ തീരുമാനിച്ചു. കിച്ചു, അന്ന് നീ തന്നെയാണ് അവൻ്റെ കൂടെ പോകണമെന്ന് വാശി പിടിച്ചതും പോയതും. ഇന്ന് അതേ നീ തന്നെയാണ് ഞങ്ങൾക്ക് മുമ്പ് വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ അവൻ്റെ അവസ്ഥ നീ ചിന്തിച്ചോ? ചിന്തിച്ച് കാണത്തില്ല. എനിക്കിപ്പോൾ ചിന്തിച്ചല്ലേ പറ്റൂ. രണ്ടും എൻ്റെ മക്കളല്ലേ. ഏട്ടാ, ഇവനിവിടെ നിന്നോട്ടെ. ഞാൻ ആരും ഇറക്കി വിടില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവനിങ്ങോട്ട് വന്നത്. ആർക്കും ഒരു അവസരം കൊടുക്കുന്നത് നല്ലതല്ലേ? ഒരാളെങ്കിൽ ഒരാൾ വന്നല്ലോ തിരിച്ച്. നീ വിഷമിക്കാതെ മോളെ. ഇവനെ പോലെ തന്നെ അവർ രണ്ടുപേരും തിരിച്ചു വരും നമ്മളടുത്തോട്ട് തന്നെ. അല്ലാതെ എങ്ങോട്ടാ പോകുന്നത്? അവർക്ക് നമ്മളല്ലേ ഉള്ളൂ.
എല്ലാം പഴയതുപോലെ ഒന്ന് ആയാൽ മതിയായിരുന്നു. ആ വരും വരും. മുത്തശ്ശൻ ഇങ്ങനെ കണ്ണിൽ 2 പന്തവും കുളിച്ചു വെച്ചുകൊണ്ട് കാത്തിരുന്നോ, വരുമെന്ന്. ഇവൻ ചെറ്റയാ, പരമ ചെറ്റ. നിങ്ങളൊക്കെ എന്തോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇവൻ മാനസാന്തരം വന്നിട്ട് കയറി വന്നതാണോ? അല്ല, പോവാൻ വേറെ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട്. അതുമാത്രമല്ല, അന്ന് അവന്റെ കൂടെ അച്ചുവിന്റെ കൂടെ പോയവൻ ഇന്ന് അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു മനസാക്ഷി ഇല്ലാതെ വെറും പൊട്ടിയാക്കിയിട്ട് ഇതോ വന്നിരിക്കുന്നു. ഇവനെ അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള തെണ്ടിയ, പരമ തെണ്ടി. ഇവനെ പോലുള്ളവനെയൊന്നും വിശ്വസിക്കുക, കൂടെ ജീവിക്കുക, കൂടെ കൂട്ടേ ചെയ്യരുത്. അതാ ആ അച്ചു ചെയ്ത തെറ്റ്. നീയൊക്കെ നന്ദിയുടെ ശവമാണല്ലോടാ. എടാ, നിന്റെ മുഖത്ത് നോക്കി അക്ഷരം തെറ്റാതെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് വേണ്ടി കുത്താനും കൊല്ലാനും അടിക്കാനും നടക്കുന്ന ആ അച്ചുവിനെ ആദ്യം തീ കൊളുത്തി കൊല്ലേണ്ടത്. അങ്ങനെ ഒരുത്തുണ്ടെങ്കിൽ നിന്നെ പോലുള്ള ചെറ്റകൾക്ക് എന്ത് തോന്നിവാസവും ഇതുപോലെ വിളിച്ചു പോയി പറയാനും കാണിക്കാനും ഒരു അധികാരവും. നീ അവനെ ഏതാണ്ടൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതെന്തൊക്കെയാന്ന് നീ വ്യക്തമായിട്ട് പറഞ്ഞില്ല. പക്ഷെ നീ അവനെ മുതലെടുത്ത് ഇല്ലാതാക്കിയിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് പോരാന്നറി. ഞാനൊരു കാര്യം പറയാം, ഇത് എൻ്റെ വീടല്ല, മുത്തശ്ശന്റെ വീടാണ്. അപ്പൊ മുത്തശ്ശന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആർക്ക് വേണമെങ്കിലോ, മുത്തശ്ശൻ പറയുന്ന ആർക്കൊക്കെ വേണമെങ്കിലും ഇവിടേക്ക് വന്നിരിക്കാം. അതുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഭർത്താവാണ്, ആനയാണ്, ചേനയാണെന്നും പറഞ്ഞുകൊണ്ട് എന്റെയോ എൻ്റെ റൂമിൻ്റെയോ പരിസരത്ത് നിന്നെ കണ്ടോ, നീ തീർന്നടാ മൈരേ, തീർന്നു. നീ ചിലപ്പം നിന്റെ അസുഖം മാറി ഇപ്പം മറ്റേ എന്തൊക്കെയോ വലിയ കൊമ്പത്തെ മറ്റവനൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ദ്ര അത്ര പോങ്ങനല്ല കേട്ടോ. പറഞ്ഞതൊന്നുകൂടെ നിനക്ക് മനസ്സിലാവാനായിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും മൂലക്കിടന്നോണം. എൻ്റെ കണ്ണു മുമ്പെയോ എൻ്റെ ലൈഫിലോ ഇനി ഒരാളായിട്ട് നീ ഇടപെടാൻ വന്ന എങ്ങനെയെങ്കിലും നീ എൻ്റെ തലയെന്നെത്തി ഒഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നത്. ഇപ്പം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കൂടെ കേൾക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ നാശത്തിനെ അങ്ങനെ എൻ്റെ മുമ്പോട്ടാണ് ഇനി പറഞ്ഞു വിട്ടാം. ഈ വീട്ടിലായിരുന്നാലും ഇനി പുറത്തായിരുന്നാലും ഇങ്ങനെ നേർക്ക് ഇത് നമ്മുടെ ലാസ്റ്റ് ആയിരിക്കണം. കിച്ചു, നീ ഓക്കെ അല്ലേ? കാര്യാക്കണ്ട, അവൻ്റെ ഫ്രസ്ട്രേഷനാ പറഞ്ഞു തീർക്കുന്നതൊക്കെ. അവനവൻ ചെയ്യുന്ന ബലം അവനവൻ തന്നെ അനുഭവിക്കുന്നല്ലേ. നീ അന്ന് പറഞ്ഞതിന് ഇതൊക്കെ നീ കേൾക്കേണ്ടി വരുന്നത്. അവൻ്റെ വിഷമം അതൊക്കെ. അതുകൊണ്ട് അതോർത്ത് നീ സങ്കടപ്പെടണ്ട. ഹേ, വിഷമമൊന്നുമില്ല കാശിയേട്ടാ, ഞാൻ ചെയ്തതിനല്ലേ ഇതൊക്കെ ഞാൻ കേൾക്കണം. അതാ ഞാനൊന്നും മിണ്ടാത്തത്. പിന്നെ ഒരു തരി പോലും ഇനി അവൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്ദ്രനോടുള്ള സ്നേഹം എനിക്ക് കുറയാൻ പോണില്ല. അങ്ങനെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാവരും വേണമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പക്ഷേ ഞാനിങ്ങനെ വന്നു കഴിഞ്ഞാൽ അച്ഛനും വന്നാലോ? വരുമായിരിക്കും. അമ്മ, അങ്കിയേട്ടൻ്റെ കാര്യം എന്തായി? സ്റ്റേഷനിൽ പോയിട്ട് എന്താവാൻ, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി എല്ലാവരും അന്വേഷിച്ചിട്ടല്ലേ പറയത്തുള്ളൂ. ഏതായാലും ഫാമിലി ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. AK ഗ്രൂപ്പ് എൻ്റെ മക്കളുടെ ആണെന്ന് അങ്ങനെ പോലീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കാണാതായത് സ്വാഭാവികമാണെന്നേ അവർ പറയത്തുള്ളൂ. ഇങ്ങനെ ഒരു കമ്പനിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ സ്വാഭാവികമാണെന്നല്ലേ പറയും. എങ്ങനെയെങ്കിലും ചെറുക്കനെ ഇത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. എവിടെയാ, എന്താ, എങ്ങനെയാ, പലതും കഴിച്ചോ ഒന്നും അറിയത്തില്ല. ഒന്നും നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു മോനെ. നീ ഇപ്പം ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞേ? ഇതെങ്ങാനും ഇനി അച്ചു അറിഞ്ഞാലുള്ള ഭൂകമ്പം ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശരീരം തളരുക. ഇപ്പം തന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സ്ഥലത്തും ആവുന്നിടത്തെല്ലാം ഞങ്ങൾ നോക്കി, ഒരു വിവരമില്ല. എവിടെയാ, എന്താ, ദേവ് പറഞ്ഞല്ലോ ഒന്നും. ഗതികെട്ടിട്ടാ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താകും, വല്ല വിവരവും കിട്ടുമോ, അവനെവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഒന്നും അറിയത്തില്ല. എവിടെയായിരുന്നാലും അവൻ സേഫായിട്ടിരുന്നാൽ മതിയായിരുന്നു.
എൻ്റെ ദേവമാ, അച്ഛാ വെറുതെ എന്തിനാ? നിങ്ങളിപ്പോൾ വന്നേല്ലേ ഉള്ളൂ, എല്ലാവരും പോയി ഫ്രഷ് ആവാൻ നോക്ക്. കിച്ചു, നീ മേളി റൂമിൽ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഫ്രഷ് ആവുക. ഇപ്പം തന്നെ നീ ആകെ മുഷിഞ്ഞ് വല്ലാതെ ഇരിക്കുന്നത്. ചെല്ലേ, ഒന്ന് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് നീ പകുതി ഓക്കെ ആവും. പിന്നെ അവൻ പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇവിടെ എല്ലാവരും പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. അവനവൻ്റെ ദേഷ്യത്തിൽ ഫ്രസ്ട്രേഷനിലൊക്കെ ഓരോന്ന് വിളിച്ച് പറയുന്നതാണ്. അത് ചിന്തിച്ച് നീ ഇനി കാട് കയറാൻ നിൽക്കണ്ട. ചെല്ലേ. ഒന്നെങ്കിലും നമ്മളടുത്തോട്ട് തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി. എന്റെ കൊച്ചു ഭേദാവസ്ഥയിലായിരിക്കും എന്റെ ദൈവമേ. എവിടെയായിരുന്നാലും അവൻ ഓക്കെ ആയിരിക്കണേ. ഒരു കുഴപ്പവും കാണല്ലേ എന്റെ പൊന്നു ദൈവമേ. എന്നിട്ട് ഈ കാളിദാസ് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോയോ? ആയി താത്ത, ഇന്ന് അങ്ങനെ പറയുന്നത് കേട്ടത്. കമ്പനിയിൽ പിന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നതുകൊണ്ട് തന്നെ എനിക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ. ഈ കാളിദാസ് ഇന്ന് രാവിലെ എന്തോ അവിടെ കയറി ചെന്നെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുവരെ അങ്കിത് സാറിനെ കണ്ടിട്ടില്ല. സാറ് ഫ്ലാറ്റിലുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടെ. മീറ്റിങ്ങിന് എന്തെങ്കിലുമൊക്കെ വരുമെന്ന് അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും സാറിനെ കാണാൻ പറ്റിയില്ല. പിന്നെ മറ്റേ പുള്ളിക്കാരനെ കാണുന്നില്ല, അഖിൽ വാസുദേവ് ശങ്കർ. അതവരുടെ ഫാമിലി മെമ്പർ അല്ലേ? അല്ല, ഇത്താത്തക്ക് അയാളെ കാണാതായാലും എന്തെങ്കിലും പങ്കുണ്ടോ? ദൈവദോഷം പറയല്ലേ എൻ്റെ ഇറക്കെ. അങ്ങേരെ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? അതൊരു പാവമാണ്. അഖിയേട്ടനും ആസിയേട്ടനും നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതും പോരാഞ്ഞിട്ട് പുള്ളിക്കാരനോട് എനിക്കൊരു ശത്രുതയില്ല. പിന്നെ ഞാനെന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ഞാൻ ചിരിച്ചത് അവരിതുവരെ ഒന്നിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. പിന്നെ ആ കാളിദാസ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ അതുകൂടെ കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. അല്ലാതെ പുള്ളിക്കാരനെ കാണാതായാലൊന്നുമല്ല. ആസിയേട്ടൻ വിളിക്കുമ്പോൾ എന്നെ പറയണം പുള്ളിക്കാരനെ കാണാനില്ല. നീ ഏതായാലും സേഫായിട്ടിരിക്കുക. എന്നോട് വന്ന് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്കിനി അത് മതി. എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ. പിന്നെ അധികമൊന്നും ആർക്കും നിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട. ശരി, പൊക്കോ. ഓ അങ്ങനെ. അല്ല ഇത്താത്ത, ഒരു കാര്യം കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇത്താത്തക്ക് എന്തിനാ ഈ ഫാമിലിയോട് ഇത്രയും വൈരാഗ്യം? ഇത്താത്ത വാപ്പ മരിക്കാൻ കാരണമാണെന്നാണ് പറഞ്ഞത് എന്നോട്. അതിൽ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ മാത്രമൊന്നും ഇല്ലടാ ചെറുക്ക. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിന്നോട് പറയാൻ സമയമായില്ല. സമയമാവുന്ന സമയത്തിന് ഇത്താത്ത എന്തായാലും നിന്നോട് ഇതൊക്കെ പറയും. ഇപ്പം ഏതായാലും നീ ഇതൊന്നും അറിയണ്ട. നീ ചെന്ന് നിന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ടിട്ട് കൂട്ടിക്കയറാൻ നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, സേഫായിട്ടിരിക്കും. പിന്നെ ആവശ്യമില്ലാതെ ആരുമായിട്ടും അധികം അറ്റാച്ച്മെൻറ്റ് വെക്കാൻ നിൽക്കണ്ട കേട്ടോ. ഏതായാലും ഒരു കാര്യത്തിന് ഞാൻ നിനക്ക് ആ സീക്കാക്ക് കൊടുത്തതുപോലെ ഉറപ്പ് തരാം. ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അവരുടെ ദുഃഖം കേൾക്കുമ്പോൾ സന്തോഷം വരും, അത് സത്യം തന്നെ. എന്ന് വെച്ച് ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ഞാൻ നിർത്തിയതാണ്. അത് കഴിഞ്ഞ സീസണിലേ നിർത്തിയതാണ്. ശരി ഇത്താത്ത, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇത്താത്തയും സേഫായിട്ടിരിക്കും. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നല്ലേ ആ സീക്ക പറഞ്ഞിട്ട് പോയത്. അതൊന്നും മറക്കണ്ട. ശരി, ഇനി അടുത്ത വീക്കെൻഡിന് കാണാം. ബൈ. ഓ, എല്ലാം തീർന്നെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും എന്തോ അടുത്ത കളി. കാളിദാസ് തിരിച്ചു തന്നേക്കുന്ന ഓരും. എന്നാലും അക്കിയേട്ടൻ ആരായിരിക്കും കൊണ്ടുപോയത്? അതൊരു പാവമല്ലേ, അതിനോടൊക്കെ ആർക്കാ ഇത്ര ശത്രുത? അസീക്കൊക്കെ വിളിക്കുമ്പോൾ എന്തായാലും ഇതെല്ലാം പറയണം. അക്കിയേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇനി ഇക്കായിട്ട് ആരെങ്കിലും വായി നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനും കേൾക്കണം. നശിച്ച കുടുംബം ഒന്ന് തുലഞ്ഞാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും. നാശം. അതങ്ങനെയാ, ഒരിടത്തുനിന്ന് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരുമ്പോഴത്തേക്കും വേറെ ഇടത്തുനിന്ന് വച്ച് കയറല്ലേ നാശങ്ങൾ. ഒരുപാട് തുലയത്തില്ല. പടച്ചോനാണേ, നാല് വഴിക്കായപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാം അവസാനിച്ചു. ഇപ്പം ഇത് വീണ്ടും പോയിട്ട് ചേർന്നേക്കുന്നു. ഇനി എപ്പോഴാണോ വാദമും കൂടി പോകാൻ പോകുന്നത്? ഒന്ന് സമാധാനിച്ചതായിരുന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിലും പൊണ്ടാരം പിടിക്കാൻ എല്ലാം തുലഞ്ഞല്ലോ ഒന്ന്. ഇതിപ്പോ ഗോഡ്, എല്ലാം ഒന്ന് പരിപ്പണായാൽ മതിയായിരുന്നു. അച്ഛാ, ദേച്ചാ ചായ. ദേവേട്ടാ,
മോളെന്താ ഈ തുണിയൊന്നും മാറ്റാത്ത? ഇന്ന് ഇനിയിപ്പോ ഓഫീസിലൊന്നും പോണ്ട മോളെ. ആകെ മൊത്തം ഒരു തൊലഞ്ഞ ദിവസമാ. ആ കിച്ചുമോനെവിടെ? ആ അവൻ റൂമിലുണ്ടച്ചാ. ഞാൻ പോയി വിളിച്ചതാ കുറച്ചു മുന്നേ. അവനൊട്ട് ഓക്കെ അല്ല, കിടക്കണമെന്ന് പറഞ്ഞു. നല്ല തലവേദന. പിന്നെ ഞാനും വിചാരിച്ച് കിടന്നോട്ടെ, വെറുതെ വിളിക്കാൻ നിൽക്കണ്ട. ഒരു ചായ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, കുടിക്കുമായിരിക്കും. എനിക്കറിയത്തില്ല ഈ പിള്ളേരെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഹ നമസ്കാരം. ഹ ആരിത്? ഓ ബാഹുബലി രാജ്യത്തെ ദേവസേന മഹാറാണിയോ? നമസ്കാരം. അയ്യോ ഇതാര്? ഇന്ദ്രദേവനോ? നമസ്കാരമുണ്ട്. നിങ്ങളിതൊരു സെഞ്ചുറി അടിച്ച് പോയില്ലേ അപ്പൂപ്പ? കിളവ മുത്തശ്ശ. ഓ സംസ്കാരം ഇവിടെ വലിയ ഭയങ്കര പ്രശ്നമാണ്. ഇറ്റ്സ് ഫോർ എ വലിയ വലിയ ഇഷ്യൂ ഹിയർ. ഐ നോ. എടാ പരട്ടത്തേണ്ടി, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, തന്തയ്ക്ക് മുമ്പ് ജനിച്ചവനെ. അച്ചു മോനെ, കാര്യം പിടിക്കടാ. നീ ഇതെന്ത് കോലമാ കുഞ്ഞേ ഇത്? നീ കുടിച്ചിട്ടുണ്ടോ? ആ കിളവന് കാര്യം പിടികിട്ടി. കുടിച്ചിട്ടുണ്ട്, നല്ലപോലെ കുടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബോധം പോകുന്ന രീതിയിലൊന്നും ഞാൻ കുടിച്ചിട്ടില്ല. രണ്ട് വർത്താനം പറയാനുള്ള ചങ്കൂറ്റവും ബോധമൊക്കെ ഈ അച്ഛനുണ്ട്, ഈ ഏക്കയ്ക്കുണ്ട്, ഈ അങ്കിത് ശിവപ്രസാദിനുണ്ട്, ശിവപ്രസാദിൻ്റെ മോനുണ്ട്. ആ തായൊളി വിളി. എടാ മൈരൻ്റെ മോനെ ഇറങ്ങി വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. അച്ചൂടാ, നീ ഇത് ആരാര്യോ പറയുന്നേ? നീ ആരെയാ കടന്ന് വിളിക്കുന്നേ? നിനക്കിതെന്താ പറ്റി? നീ എന്തിനാ ഇങ്ങനെയൊക്കെ അച്ചു വന്നു. അച്ചു നീ അവിടെ ഇരിക്കും, നമുക്കിരുന്ന് സംസാരിക്കാം. മിണ്ടരുത്. ഇരിക്കാനിത് മഹിഷ്മതി സാമ്രാജ്യോ? ഇവിടെ എവിടെയെങ്കിലും ഇവിടെ സിംഹാസനമൊന്നും ഞാൻ കണ്ടില്ല. അവനെ വിളി. തള്ള എവിടെ എൻ്റെ? ആ തള്ളേ, നിങ്ങളുടെ മോനെ വിളി. എൻ്റെ കൂടെ വേണ്ടാതെ ഗർഭപാത്രത്തിൽ നിന്ന് ചാടി വന്നവനെ വിളി. എനിക്ക് അവനോട് രണ്ട് സംസാരിക്കണം. വിളി. ആ ഏപ്പരാച്ചി പെണ്ണനുണ്ടല്ലോ അവനെപ്പോലുള്ളൊരു പെണ്ണനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആണും പെണ്ണും കേട്ടോ അവനുണ്ടല്ലോ. അവൻ സെൽഫിഷാന്ന് പറഞ്ഞു. 1 2 3 10. നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാനേ സെൽഫിഷ്. വിളി. ആ പറട്ട അലവലാതി ഇറങ്ങി വാടാ. ഇപ്പൊ എന്തായി? നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ രാവിലെ, ഇതിങ്ങനെ വരത്തുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഓരോ മാരണങ്ങളും. ആദ്യം ഒരുത്തം വന്നു, പിറകെ അടുത്തവൻ വന്നു, ഇനി ഇതിന്റെ പിറകെ വേറൊരുത്തമുണ്ടല്ലോ, അവൻ്റെയൊക്കെ ശിങ്കിടി, അവനും കൂടെ കയറി വരും. ദേ നിന്റെ മറ്റവനെ പിടിച്ച് ഞങ്ങൾ ആരും ഇവിടെ ഇരുത്തിയിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ അവനെ വിളിച്ചോണ്ട് പോവാം. എന്തോ എങ്ങനെ കാലിൻ്റെ ഇടയിൽ കയറ്റി ഇരുത്തിയതും പോരാ നിന്റെ മാസ് ഡയലോഗും. ഓ നീ വന്ന് ഇത് അടിക്കുമ്പോൾ ഞാൻ നിന്ന് പേടിക്കണമായിരിക്കും. അല്ലേടാ ഇന്ദ്രജിത്ത് സുകുമാര? മനസ്സിലടത്തേണ്ടി എനിക്ക് പേടിക്കാൻ. ഞാനേ നല്ല തന്തിക്ക് ജനിച്ചാല. നിന്നെപ്പോലല്ല. സോറി തേവച്ച, മനഃപൂർവ്വം പറഞ്ഞില്ല, സ്വാഭാവികമായി വായിന്ന് വന്നു പോയതാണ്. സോറി. അവനെ വിളി. ആ പരനാറിയെ വിളി. അവനെ എനിക്കിപ്പോൾ കാണണം. അവൻ്റെ പേരെന്തിനായിരുന്നു? എടാ കിച്ചു അലവലാതി, ഇറങ്ങി വാടാ. ദേ അച്ചു, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അവനെ ഇവിടെ ആരും പിടിച്ചു വെച്ചേന്നല്ല. നേരം വെളുത്തപ്പം കയറി വന്ന് ഇതോ മുറിക്കകത്ത് പോയി കഥ ഉടച്ച് കയറി ഇരിപ്പുണ്ട്. നിനക്ക് എന്തെങ്കിലും പറയാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും അവനെ ഇവിടെ നിന്ന് വിളിച്ച് വെളിയിൽ പോയിന്നത് ആവാം. ഇതിനകത്തത് പറ്റൂല. ഇതാണ് നിന്റെ പ്രശ്നം ഇന്ദ്രജിത്തെ. നിന്റെ പ്രശ്നമേ ഇതാണ്. ഇതുകൊണ്ടല്ലടാ ഞാൻ നിന്നെ കഴിഞ്ഞ വർഷം കുത്തിയത്. എന്നിട്ട് നീ നന്നായില്ലല്ലടാ എരപ്പേ. നീയൊന്നും ഒരു കാലത്തും നന്നാവൂല. അത് നിന്റെ നെറ്റിയിലിതോ അവിടെ വെണ്ട കേശരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. നീ നന്നാവത്തേയില്ല. പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയോ അവ എന്താ എന്നോട് പറഞ്ഞേന്ന്? അവന് ഞാനും കൂടെ ഒരുമിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് വന്നത് വരെ അവൻ അപമാനമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അതൊന്നുമല്ല, ഞാൻ എൻ്റെ അഗീനെ സ്നേഹിക്കില്ലെന്ന് പറഞ്ഞവൻ.
എന്നിട്ടവൻ ഇവിടെ കയറി അടക്കോഴി പോലെ മുട്ടയിട്ടുകൊണ്ടാണ് മണിയറ കയറി ഇരിക്കുന്നു വിളിയവൻ. അതെല്ലാം പോട്ട്, അതെല്ലാം പോട്ട്. അയ്യരപ്പേനെ ഞാൻ പണ്ടേ കളഞ്ഞ്. അവനുമായിട്ട് ഇനി ഒരു ബന്ധമില്ല. അവൻ നാറി കാരണം എനിക്കിപ്പോൾ കണ്ണാടി നോക്കാൻ പോലും തോന്നൂല. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ അവൻ്റെ മുഖം, ഞാൻ കക്കൂസി പോകുമ്പോൾ അവൻ്റെ മുഖം, എല്ലാ സ്ഥലത്തും എൻ്റെ മുഖത്തും അവൻ്റെ മുഖത്തും മറ്റേ സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ അവൻ കാരണം എനിക്ക് ഒന്നിനും പറ്റണില്ല. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ. അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ്. എൻ്റെ അയ്യെ കാണാതായിട്ട് നിങ്ങളാരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. കണ്ട പോലീസ് ഓഫീസർ പറഞ്ഞ് ഞാൻ അറിയണം അല്ലേ? എനിക്കറിയാം ഞാൻ സ്നേഹിച്ച, ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചവനെ എങ്ങനെ ഏത് രീതിയിൽ കണ്ടുപിടിക്കണമെന്ന്. അതിന് ഇനി കുടുംബക്കാരാണ് പൊറിക്കാരാണെന്നും പറഞ്ഞ് ഏതെങ്കിലും നായിൻ്റെ മക്കൾ കയറി ഇടപെടാൻ വന്നാ നീ എന്തോ ചെയ്യും? നീ ഇതിൽ ഇടപെടണമെന്നില്ല. നീ ഇടപെടുന്നത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ഞങ്ങൾ ഇത് അറിയിക്കാത്തത്. അത് നീ ആദ്യം മനസ്സിലാക്കും. ഇല്ലെങ്കിൽ നിന്നോട് ഞങ്ങൾക്ക് മുമ്പേ പറയാമല്ലോ, അല്ലെങ്കിൽ നിന്റെ ഹെൽപ്പ് ചോദിക്കാമല്ലോ. ഇതൊന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നീ ഇതിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സഹോദരനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. ഐ മീൻ എനിക്ക് അറിയാം. തന്തയ്ക്ക് മുമ്പ് വീർണിച്ചുണ്ടായെന്ന് അറിയും. എങ്ങനെ നീ പറഞ്ഞ ഡയലോഗ് എങ്ങനെ? ഞാൻ കേട്ടില്ല. എടാ പരനാറി, നീ ഇത് പറയാൻ യോഗ്യനല്ല. ഒരു 6 മാസം മുമ്പേ AK ഗ്രൂപ്പ്സിൻ്റെ പേപ്പറിൽ സൈൻ മുമ്പാ നീ വന്നപ്പോൾ നീ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട്. കിച്ചുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ അന്ന് എന്തുവാ പറഞ്ഞേ? എനിക്കുള്ള അതേ അവകാശം നിനക്കും ഉണ്ടെന്ന്. അതെന്താടാ, നിനക്ക് വേറെ ന്യായോ എനിക്ക് വേറെ ന്യായോ? അങ്ങനെ നീ ഉമ്പണ്ട. ഒരു കുടുംബത്തിൽ 2 കോടതി നിയമം വേണ്ടാ മൈരേ. നിനക്ക് ആ അകത്ത് അടക്കോഴിയെ പോലെ മുട്ടയിട്ട് മണിയറയ്ക്കകത്ത് കയറി അടഞ്ഞിരിക്കുന്ന ആ നാറിയുടെ കാര്യത്തിൽ ഇടപെടാമെങ്കിൽ എനിക്ക് എൻ്റെ അകിയുടെ കാര്യത്തിൽ ഇടപെടാം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ ചതിയനാ, പരനാറി. കണ്ണടച്ചവനെ വിശ്വസിക്കരുത്. അവൻ അങ്ങ് നിൽക്കും ഇങ്ങും നിൽക്കും, കുതിയാലും വിട്ട്. നിങ്ങളറിയാൻ പോണതേ ഉള്ളൂ. നീ ഇവിടെ കയറ്റി ഇരുത്തിയിട്ടുണ്ടല്ലോടാ ഇന്ദ്രജിത്ത് സുകുമാര. നീ അറിയാൻ പോണേ ഉള്ളൂ. അച്ചു, ഞാൻ വീണ്ടും നിന്റെ അടുത്ത് പറയാം, അവനെ ഇവിടെ ഞാൻ കയറ്റി ഇരുത്തിയതല്ല, നിന്റെ അമ്മ തന്നെയാ പോയി വിളിച്ചോണ്ടത്. ഞങ്ങളാരും അവനിങ്ങോട്ട് വിളിച്ചത് പോലുമില്ല. അവനായിട്ട് എന്നെ ഓരോ സെന്റിമെന്റ്സും അടിച്ചും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. നീയോ അവനായിട്ട് തല്ലുകൂടിയെന്ന ആനേന്നാ മാങ്ങേന്നാ ചേകനേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വന്നതും പോരാ, ഇപ്പൊ കുറ്റം മുഴുവൻ ഇന്ദ്രജിത്തിനോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ അവനെ ഈ അയൽവൊക്കെ തടിപ്പിക്കരുതെന്നാ പറഞ്ഞത്. നിന്റെ അമ്മയോട് ചോദിക്കും. സോറിയുടെ ഇന്ദ്രജിത്തെ, നിന്നെ ഞാൻ അന്ന് കുത്തിയതിൽ ഇന്ന് ഞാൻ ഖേദിക്കുന്നു. അവനെ നീ അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു. ഐ ആം റിയലി സോറി. എൻ്റെ തള്ളയല്ലേ, അവരത് ചെയ്യും. എവിടെ എൻ്റെ തള്ള? അതോ നിൽക്കുന്നു. തള്ളയെ നിങ്ങൾ അവന് മാത്രം പാലുഴുത്തി കൊടുത്ത് വളർത്തിക്കോ. നിങ്ങൾക്ക് ലാസ്റ്റ് അവൻ അണ്ണാക്കിൽ തരുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. സിദ്ധുവേട്ടാ, ഞാൻ ആദ്യമായിട്ട് അവൻ കുടിച്ചിട്ട് കാണുന്നേ. എൻ്റെ ദൈവമേ, ഇത് ഇത്ര വലിമ്പായിരുന്നോ? മിണ്ടാതിലൂടെ ചേട്ടെ. അച്ചു, നീ ഇതെന്തൊക്കെയാടാ കാണിക്കുന്നേ? എടാ അഗി നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനല്ലേ. പിന്നെ കിച്ചുവിൻ്റെ കാര്യം, അത് നിങ്ങൾ തമ്മിലുള്ളതാ. അത് നിങ്ങൾ തമ്മിൽ നാളെ പറഞ്ഞ് തീർക്കുകയും ചെയ്യും. അതിന് ഇവിടെ വന്ന് നടന്ന് ചാടിയിട്ട് എന്ത് ചെയ്യാനാ? എടാ അഗീനെ നമുക്ക് എല്ലാവർക്കും കൂടെ അന്വേഷിക്കാം. അതിനല്ലേ നമ്മളിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. നീ അതിന് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടേ? നിങ്ങൾ മാറ്. നിങ്ങളുടെ അടുത്ത് എനിക്ക് ബഹുമാനമാണ്. അത് നിങ്ങളായിട്ട് കളയരുത്. മാറിയില്ല. ഞാനൊരു കാര്യം പറയാം. അഗി എൻ്റെ മാത്രം. ഹീസ് മൈൻ, ഓൺലി മൈൻ. അതിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പച്ച ഊത്തി വെച്ചോ. അവനെ തിരക്കാനും കണ്ടുപിടിക്കാനും കൂടെ പൊറപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഇനി അതും പറഞ്ഞ് എവനെങ്കിലും ഉണ്ടാക്കാനോ ഓട്ടാനോ ആയിട്ടോ അങ്ങോട്ട് ഇറങ്ങിയ ബാക്കി അപ്പോൾ പിന്നെ അകത്ത് പെറ്റിടക്കണവനോട് പറഞ്ഞു തരും. എൻ്റെ കണ്ണു മുമ്പ് വന്നു പോലെന്ന്. എൻ്റെ മാതാശ്രീയുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് പറയാം, നിങ്ങൾക്ക് ഇനി ഇങ്ങനൊരു മോനില്ല. ഈ നിൽക്കുന്ന കാശിയും ആ നിൽക്കുന്ന കാളിദാസ് 2 ഡബിൾ K മാത്രം മതി. അവിടെ വേണ്ട. നിങ്ങളതങ്ങ് വെട്ടിക്കളഞ്ഞേര്. അങ്കിത് ശിവപ്രസാദിൻ്റെ മാത്രം മകൻ. അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. എനിക്കത് എന്നെ സന്തോഷം. അപ്പോൾ പറഞ്ഞ പോലെ അഗീനെ
ഞാൻ കണ്ടുപിടിക്കും. ഒന്നുമില്ലെങ്കിലും ഒരുത്തനും ദേ ഈ വീട്ടിലെ അല്ലെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിലെ ഒരുത്തനും എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അകത്ത് പെറ്റി കിടക്കുന്ന നിൻ്റെ ഭാര്യ പോലും ഇവിടെ ഇന്ദ്രജിത്തെ, നീ ഇനി കുണയ്ക്കാൻ വരണ്ട. ഇനി നീ എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലേ അവൻ നിൻ്റെ കെട്ടിയവനാണേ അപ്പം ഉണ്ടായിരിക്കും. അപ്പം അവൻ പോലും എന്നെ ഒരു തുള്ളി, ഒരു കടുകുമണിയുടെ അംശം പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അവന് വേണ്ടി കുത്താനും കൊല്ലാനും ചാവാനും അനിയനെന്നും പറഞ്ഞുകൊണ്ട് അവനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനും മോങ്ങയ്ക്കും തേങ്ങയ്ക്കും ഈ നിൽക്കുന്ന കാശിയേട്ടന് പോലും ഞാൻ അത്രയും സ്നേഹം കൊടുത്തിട്ടില്ല. അവനെൻ്റെ കൂടെ ഉള്ളവനായിരുന്നു. അവനതുപോലെ ശാപമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വേണ്ട, ഒന്നും വേണ്ട. അവിടെയെല്ലാം ഈ അങ്കി ശിവപ്രസാദിൻ്റെ ഓരോ അണുവിനെയും മനസ്സിലാക്കിയതാകിയ ആ ഗിയെ കണ്ടുപിടിക്കാൻ എനിക്കറിയാം, എനിക്കതിനുള്ള കഴിവുമുണ്ട്. അപ്പം ശരി, ഗുഡ് ബൈ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗുഡ് ബൈ. എല്ലാവരെയും ഇനി ഒന്നുകൂടെ കാണാതിരിക്കട്ടെ. ശരി. ഒരു മഴ പെയ്തു തോന്നും. പോയാ ഈ പോക്കാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ലേ? ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാശി പറഞ്ഞതന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ അന്നേരമേ പറഞ്ഞതാ അവനെ അറിയിക്കാനായിട്ട്. നിങ്ങളാരും കേട്ടില്ല. എല്ലാരും കൂടെ വരുത്തി വെച്ചതല്ലേ, അങ്ങ് അനുഭവിച്ചോ. ഇപ്പൊ പോരാഞ്ഞിട്ട് ഇതോ അവനവനെ കണ്ണെടുത്ത കണ്ടുകൂടാ. ആ മാരണത്തിനെ നിങ്ങൾ പിടിച്ച് ആ മുറിക്കകത്ത് കയറ്റിയിരുത്തിയിരിക്കുന്നത്. ഇനി എല്ലാരും കൂടെ ഒത്തുവെച്ച് അനത്തിക്കോ. സഹോദരങ്ങൾ തമ്മിൽ തല്ലി ചാവുന്നു കാണേണ്ടി വരും. എടുക്കും ചെറുക്കന്റെ അവസ്ഥ നീ കണ്ടല്ലോ. ഒറ്റയ്ക്കായി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു എന്റെ കൊച്ചിന്. ഞാൻ എന്ത് ചെയ്തിട്ടാച്ച? ഇപ്പൊ തന്നെ കണ്ടില്ലേ, രണ്ടും കൂടെ തമ്മി തല്ലി. ഒരുത്തൻ എന്നെ പറഞ്ഞതൊക്കെ കേട്ടില്ലേ? കിച്ചു എന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ നിൽക്കുന്നവൻ ഞാൻ കേൾക്കാതെ ഞാൻ കേട്ടു എന്ന് 24 മണിക്കൂറും പറയും. പക്ഷെ എന്റെ അച്ഛൻ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ചിട്ടില്ലായിരുന്നു വെച്ചാ. അത് അത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അവരേക്കെ ഗ്രൂപ്പാന്ന് അറിഞ്ഞിട്ടും ഞാൻ അവിടെ കിടന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും കിച്ചു എന്നെ അത്രയും പറഞ്ഞത്. അവൻ എന്നെ ഒരു വാക്കുകൊണ്ട് പോലും ഇന്നേ വരെ നോവിച്ചിട്ടില്ല. അതത്രയും പറയണമെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ എല്ലായിടത്തും തോറ്റ് തരിപ്പണായിട്ടാച്ചാ നിൽക്കുന്നത്. ആരെ കൂടെ നിൽക്കും? ഈ മോൻ്റെ കൂടെ നിൽക്കോ, ആ മോൻ്റെ കൂടെ നിൽക്കോ? അതും പോനെന്ന് കരുതി വളർത്തിയവന് പോത്തരയോ? ഇതൊക്കെ അറിയാന്നുള്ളോണ്ടല്ലേ അവനെ നമ്മളൊന്നും അറിയിക്കാത്ത. ഇനി അവൻ ആരെയൊക്കെ കൊന്നു തള്ളുന്ന് ദൈവം തമ്പുരാനും മാത്രം അറിയാം. ദേവമ വിഷമിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതൊന്നും പറഞ്ഞത്. എനിക്ക് ഞാൻ പറയുന്ന വാക്കുകളിൽ ഒരിക്കലും ദേവമ വിഷമിക്കില്ലെന്നും ഉണ്ട്. പക്ഷെ ഗതികേടോട് പറഞ്ഞു പോകുന്നതാ. ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും അവനാ അണ്ടക്കകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ. അവനാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. എന്നിട്ടിപ്പം നിങ്ങളിപ്പോൾ കരയുന്നതിന് കാരണം തന്നെ നിങ്ങളുടെ ഇളയ മോന കാളിദാസ്. അവനെ എപ്പോൾ ഈ വീട്ടിലോട്ട് വീണ്ടും വലിച്ച് കയറ്റുമോ അപ്പം തുടങ്ങി വീണ്ടും പ്രശ്നങ്ങളും. ഇപ്പത്തോ ഇനി നമ്മൾ അവനെ തിരക്കി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്ന് വെച്ച് തിരക്കാതിരിക്കാനും പറ്റും. ഇതിപ്പോ ചെറുത്താനും കടലിലടയ്ക്കാം. എല്ലാരും കൂടെ അനുഭവിച്ചോ. അല്ലാതെ ഇപ്പൊ എനിക്കെന്ത് പറയാൻ പറ്റും? എൻ്റെ പൊന്നിന്ദ്ര, നീ ഒരു പൊടിക്കൊന്ന് അടങ്ങ്. നീ തൊട്ടേനും പിടിച്ചതിന് അകത്തിരിക്കുന്നവനെ കുറ്റം പറയാതെ. ഒരു കണക്കിന് അവ ഇറങ്ങി വരാത്ത നന്നായി. രണ്ടും കൂടി ഇവിടെ കിടന്ന് തമ്മി തല്ലി ചാവുന്ന കാണേണ്ടി വന്നേനെ നമ്മൾ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറ്റപ്പെടുത്താനും തർക്കിക്കാനും ആണെങ്കിൽ അതിനെ നേരം കാണത്തുള്ളൂ. അച്ചു എന്തായാലും അവനെ അന്വേഷിച്ച് ഇറങ്ങും. ഇറങ്ങാതിരിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല. അവൻ്റെ ജീവനാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ അന്വേഷിക്കരുതെന്ന് അവൻ പറഞ്ഞതൊക്കെ ആ കുടിച്ച കള്ളിൻ്റെ പുറത്താണ്. നമുക്ക് തിരക്കാം. ഏതായാലും ആരും വെറുതെ ഇരിക്കാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ആക്കിയെ കണ്ടുപിടിച്ചേ പറ്റും.
അവന് വല്ലതും പറ്റുമോ, എവിടെയാ, എന്താ ഒന്നും അറിയാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ട് പറ്റുന്ന അത്രയും പെട്ടെന്ന് ഒന്നുകൂടി IG വിളിക്കുന്നത് നന്നായിരിക്കും. കാര്യങ്ങൾ എത്രയും പെട്ടെന്നാക്കാൻ പറയാം. അതെ, സിധു പറഞ്ഞത് ശരി. അച്ചു എന്തായാലും ഇനി ഭ്രാന്തനെ പോലെ ആയിരിക്കും തിരക്കിക്കൊണ്ട് നടക്കാൻ പോകുന്നത്. അഗീന അച്ചുവിന് എത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്ന് വെച്ച് അവൻ കള്ളിൻ്റെ പുറത്ത് പറഞ്ഞ തന്നെയാ നമ്മളോട് തിരക്കണ്ടെന്ന്. തിരക്കാതിരിക്കുമെന്ന് വേണ്ട. എന്തായാലും നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മുടെ അന്വേഷണം നമ്മുടെ വഴിക്കും. എല്ലായിടത്തും തിരക്കിയെന്ന് പറഞ്ഞ് തിരക്കാതെ ഒന്നും ഇരിക്കണ്ട. എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടും. അഗിയെ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അത് അച്ചുവിന് മുമ്പേ ആയ കൊണ്ടുപോയവരുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ തീർന്നല്ല. അത് തന്നെ എൻ്റെ അഭിപ്രായം. ഇതിനെക്കുറിച്ച് ഇനി ചിന്തിച്ച ആവശ്യമില്ലാതെ കാട് കയറാൻ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ വഴിക്ക് എന്തായാലും തിരക്കിയല്ലേ പറ്റൂ. അച്ചുവിൻ്റെ അവസ്ഥ ഏതാ? ആദമിനി എത്രയൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ചു കിച്ചുവിനെ കണ്ടത്ര ആവത്തില്ല ഒന്നും. അതുകൊണ്ട് അവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം കിച്ചു തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, അവനിവിടെ വന്ന് മുക്കാല് ചീത്ത അവനെ വിളിച്ചത്. പിന്നെ അഗിയെ കാണാതായ കാര്യം നമ്മൾ പറയാത്തത്. അതുകൊണ്ട് അതാരും കാര്യമാക്കണ്ട. ചിലപ്പോഴെന്നല്ല, എനിക്ക് ഉറപ്പാണ് നമുക്ക് മുമ്പേ അവൻ അഗിയെ കണ്ടുപിടിക്കും. പിന്നെ അത് ചെയ്ത ആളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനൊരിത് നമ്മൾ പ്രതീക്ഷിച്ചതാണല്ലോ ഇതറിയുമ്പോൾ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതി വേറെ, അവൻ വന്നതും എല്ലാം വേറെ രീതിയിലായി പോയെന്നേ ഉള്ളൂ. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കുക. ഇന്ദ്ര, നമുക്ക് നാളെ ഒന്നുകൂടെ പോലീസ് സ്റ്റേഷൻ വരെ പോകണം. ഇതിനെക്കുറിച്ച് IG-നെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ പൊന്നച്ഛ, ഇനി ആരെ കണ്ട് സംസാരിക്കാനാണെങ്കിലും അവ ഇവിടെ വന്ന് കുഴയാണെങ്കിലും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അച്ഛന് മനസ്സിലായല്ലോ. അതിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യം കേട്ടായിരുന്നോ? പോലീസ് പറഞ്ഞിട്ട് അവ അറിഞ്ഞേന്ന്. തൊണ്ടാരം പിടിക്കാൻ അവിടെ വരെ അവൻ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും പറയും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയ്യ കണ്ടുപിടിച്ചേ പറ്റൂ. അതിനി അച്ചു കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഞാനതിന് ഇറങ്ങി പുറപ്പെടാനും പോവുക. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. കൂടപ്പിറപ്പായി